നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നൊരു ചിത്രം. പിണറായി വിജയൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ബെഞ്ചിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. രണ്ട് സൈഡിൽ രണ്ടുപേരുണ്ട്. ഭാര്യ കമല തൊട്ടപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ഒന്ന് രണ്ട് പോലീസുകാർ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. പക്ഷേ പോലീസിന് പഴയ ഒരു ബഹുമാനമില്ല. പണ്ട് പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ നടന്നു വരുമ്പോൾ പോലീസിൻ്റെ ഒരു വലിയ കൂട്ടം. പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ മുട്ടുമടക്കി വളഞ്ഞു കുത്തി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. ഇതൊന്നുമില്ല. പ്രതിപക്ഷ നേതാവാണ്. ഇന്നലെ വരെ ഒരു പതിറ്റാണ്ട് കേരളത്തിൽ രാജാവായി ഭരിച്ച പിണറായി വിജയൻ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനായി ആ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്നു. കുറച്ചുകൂടിയൊക്കെ ഒരു ബഹുമാനം കൊടുക്കണ്ടേ ഈ സർക്കാർ? എങ്ങനെ ജീവിച്ച ആളാ സോമൻ? എനിക്ക് തോന്നുന്നത് ഇയാൾ അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രത്തിന് താഴെ വരുന്ന കമൻറ്റുകൾ, ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി, മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നത് ഭവാൻ, ഇത് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് എന്ന് തുടങ്ങി കമൻറ്റുകളുടെ പൊടിപൂരമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇയാളത് അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇയാളുടെ 10 വർഷം നമ്മളൊന്നിടത്ത് റീവൈൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ അനുഭവങ്ങൾ, കടക്ക് എന്നുള്ളത്, അതിനു മുമ്പ് നികൃഷ്ടജീവി എന്ന് വിളിച്ചത്, പിന്നെ MN വിജയനെ കോളേജ് അധ്യാപകൻ എന്ന് പറഞ്ഞത്, കുലങ്കുത്തി എന്ന് വിളിച്ചത് മുതൽ എന്ന് വിളിച്ചത് മുതൽ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കയറി വരും. ഏറ്റവും അവസാനം വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞത്, മൈക്കിനോട് ചൂടായത്, സെൽഫി എടുക്കാൻ വരുമ്പോഴത്തേക്ക് തട്ടിക്കളഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കഴിഞ്ഞ 10 വർഷം ആരാണ് ഇപ്പോൾ ഈ ചിത്രം എടുത്തതെന്ന് അറിയില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ആ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് ആ ദൃശ്യങ്ങളൊക്കെ കീറിയല്ല മായ്ച്ചു കളഞ്ഞേനെ. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം തന്നെ ഒന്ന് നോക്കണം. ഒരു സമരം കാണാൻ പോകുന്നിടത്തുനിന്ന് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് തന്നെ ജയിലിലിട്ട് സംബന്ധിച്ചൊക്കെ വളരെ ധാർഷ്ട്യത്തോടുകൂടിയും പരിഹാസത്തോടുകൂടിയുമുള്ള പ്രതികരണം അന്ന് പത്രസമ്മേളനത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്നെ പിറ്റേ 2026 കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഓരോ 15 മിനിറ്റും പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചു. അതെല്ലാം ഞാൻ ഇയാൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ പ്രതികരിച്ച ഒരാൾ ഇപ്പോൾ അയാൾ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നറിയില്ല. ഇയാളുടെ ഈ കിയ കാർണിവലിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അരമണിക്കൂറോളം വണ്ടികളിങ്ങനെ ഇയാളുടെ എൻറ്റൂറേജ് അകമ്പടി വാഹനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളെല്ലാം അവസാനിപ്പിച്ചു. അയാൾക്ക് തോന്നുമ്പോൾ അയാൾ വരും. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഏറ്റവും വലിയൊരു പാർട്ടി CPM എത്ര ജീർണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5-5 ലക്ഷം പാർട്ടി മെമ്പർമാരുള്ള ഒരു പാർട്ടി. ആ പാർട്ടി പരിപൂർണമായും ഇയാളുടെ ചവിട്ടടിയിൽ. അത് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല. അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള അനുഭവം നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഏറ്റവും വലിയൊരു അധികാരി. ആ പാർട്ടിയെ പരിപൂർണമായി അയാളുടെ ചവിട്ടടിയിലേക്ക് കൊണ്ടുവരുന്നു. സർക്കാരിനെ പരിപൂർണമായി അയാളുടെ ചവിട്ടടിയിലേക്ക് കൊണ്ടുവരുന്നു. സർക്കാരിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള എല്ലാവരെയും ഒഴിവാക്കുന്നു. സർക്കാരിൽ മരുമകനെ കൊണ്ടുവരുന്നു. മരുമകന് പ്ലമ്മായിട്ടുള്ള പോസ്റ്റ് കൊടുക്കുന്നു. പാർട്ടിയിൽ എന്ത് തീരുമാനിച്ചാലും അയാളുടെ തീരുമാനമേ നടപ്പിലാകൂ എന്ന് വരുന്നു. അയാൾ ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്ന സംസ്ഥാന സെക്രട്ടറി വരുന്നു. അയാൾക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ ധൈര്യമില്ലാത്ത ദേശീയ ജനറൽ സെക്രട്ടറി വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇയാളിങ്ങനെ, ഞാൻ പറഞ്ഞ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ നോക്കുമ്പോൾ അയാളുടെ ഒരു മുഖഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടബോധമാണ് അയാളിൽ തെളിയുന്നത്. ഇയാളുടെ ഭാര്യ അവിടെ ഒരു പേക്കോലം പോലെ മാറി നിൽക്കുന്നു. അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നത്. അല്ല, സാധാരണ റെയിൽവേ സ്റ്റേഷനിലെ VIP റൂമിൽ പോയി വലിയ പരിവാരങ്ങളോടെ അവരെ സ്വീകരിച്ചാനയിച്ച് അവിടെ ഇരുത്തുകയാണല്ലോ പതിവ്. അതാണ്. പിന്നെ ട്രെയിൻ വരുന്ന സമയത്തേക്ക് വരാം. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. കാരണം ട്രാഫിക് ഇതിനെ ബാധിക്കത്തില്ല, യാത്രയെ ബാധിക്കത്തില്ല. ഇത്രയേറെ നേരത്തെ ഒന്നും വരണ്ട. ടൈം ഫിക്സ് ചെയ്താൽ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്താം. കാരണം വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ട്രാഫിക് തടഞ്ഞ് നിർത്തി കടന്നു വരാമല്ലോ. എന്ന് മാത്രമല്ല സോമൻ, അതൊരു വശത്ത്. മറുവശത്ത് ഈ പാർട്ടിയിൽ ഇയാൾക്കെതിരെ മുരടനക്കാൻ
ഒരാളുമില്ലാതിരുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. നമ്മളിപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ 3 ദിവസമാണ് സാധാരണ സംസ്ഥാന കമ്മിറ്റി കൂടുക. പക്ഷേ ഇയാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും അര ദിവസമേ സംസ്ഥാന കമ്മിറ്റി ഉള്ളൂ. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചില സംഭവ വികാസങ്ങളുണ്ടായി. ഒന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു മുതിർന്ന അംഗം നിശ്ചിതമായി പിണറായി വിജയനെ വിമർശിച്ചു. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അഹങ്കാരമാണ് ഭരണം തകർത്തത്. പിണറായി വിജയന് മാത്രം എന്തിന് ഇപ്പോൾ നൽകുന്ന ഇളവ്? പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത്, നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന് പാർട്ടിയിൽ അതിശക്തമായ ആവശ്യം. അപ്പോൾ ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചോദിക്കുകയാണ്, പിണറായി അല്ലാതെ മറ്റാരുണ്ട്? പിണറായി ആണല്ലോ ഇപ്പോൾ നിയമസഭയിലുള്ള ഏറ്റവും സീനിയർ. അദ്ദേഹത്തെ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ഗോവിന്ദൻ ഇന്നലെ പ്രഖ്യാപിച്ചു. കാരണം ഇത് PB അംഗീകാരം നൽകിയ ഒരു വിഷയമാണ്. ഇനി ഇതിന്മേൽ ചർച്ചയില്ല. MA ബേബി ഒരു വശത്ത് പാർട്ടി കമ്മിറ്റികളോട് തുറന്ന് വിമർശനാത്മകമായി നിങ്ങളുടെ അഭിപ്രായം പറയാമെന്ന് പറയുമ്പോൾ MP ഗോവിന്ദൻ പറയുന്നു, പിണറായി വിജയനെ ഇനി വിമർശിക്കരുത്, അത് അടഞ്ഞ അധ്യായമാണ്, അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാവെന്ന്. ഇന്നലെ കൊട്ടാരക്കരയിൽ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് തൻ്റെ വാക്കുകളിലൂടെ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നു ബാലഗോപാലും മറ്റ് ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. അവർ പറഞ്ഞു, പിണറായി വിജയനെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞത് MA ബേബി പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് ഇവർ അംഗീകരിച്ചില്ല. പിണറായി വിജയനെക്കുറിച്ചോ നേതൃത്വത്തെക്കുറിച്ചോ ഞങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇറങ്ങിപ്പോയി. പിന്നീട് ഇറങ്ങിപ്പോയ മറ്റ് 2 അംഗങ്ങൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ, ഈ പാർട്ടി ബംഗാളിന് സമാനമാകും, ഞങ്ങൾക്ക് ഇനി ഇത്തരമൊരു സംവിധാനത്തിൽ തുടരാൻ താല്പര്യമില്ല. കേരളത്തിലെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം. എന്നിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നു. സോമൻ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പും ഞാനത് പ്രവചിച്ചിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ഇത് CPMൻ്റെ അണികൾ മാത്രം കൊടുത്ത ഒരു വിജയമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്? പക്ഷെ അവർ വിജയിക്കണമെങ്കിൽ പിണറായി വിജയനും MP ഗോവിന്ദനും മാറി നിൽക്കട്ടെ. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഇതിനു മുമ്പും UDF ജയിച്ചിട്ടുണ്ട്. UDF ജയിച്ച സമയങ്ങളിലും ഈ ഇടതുപക്ഷത്തിൻ്റെ അണികൾ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അണികൾ മാറ്റി ചെയ്യുന്നത് ആദ്യമല്ല. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ അണികൾ മാറ്റി ചെയ്താൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇടതുപക്ഷ അണികൾ മാറ്റി ചെയ്തതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നമ്മൾ വിശകലനം ചെയ്യാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് പല പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ വോട്ടിൻ്റെ കണക്കുകൾ ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങുമായിരുന്നു. ഈ CPMന് എവിടെയൊക്കെ ആധിപത്യമുണ്ടോ അവിടങ്ങളിലാണ് UDF വൻ വിജയം നേടിയിരിക്കുന്നത്. നമ്മളിപ്പം കാസർഗോഡ് വാമനപുരം വരെ എടുത്താൽ, തൃക്കരിപ്പൂര്, ഈവൻ ധർമ്മടം മുതൽ പേരാമ്പ്ര മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പം മലപ്പുറത്ത് ഇമ്പിച്ചിവാവ് മുതലുള്ള ആളുകൾ നിരന്തരം ജയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പൊന്നാനി, മനസ്സിലായില്ലേ? 40,000 വോട്ടിന് MM മണി ജയിച്ച ഉടുമ്പൻചോല മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് വാമനപുരം വരെ നമ്മൾ നോക്കിയാൽ CPMൻ്റെ അണികൾ എവിടെയൊക്കെ അവർക്ക് ശക്തിയുണ്ടോ അവിടങ്ങളിൽ UDF വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ തന്നെ എടുത്താൽ മതി. 53,000 വോട്ടിന് ജയിച്ചിരുന്നിടത്ത് എന്തായാലും ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് പറഞ്ഞിടത്ത് 7,000 വോട്ടിനാണ് ജയിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, CPMൻ്റെ അണികളുടെ അഭൂതപൂർവമായിട്ടുള്ള ഒരു എതിർവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖമുദ്ര. ഇപ്പോൾ UDFൻ്റെ കാര്യം തന്നെ സ്വയംഭരണം എടുത്തേ. കഴിഞ്ഞ 5 വർഷം എന്താണ് UDF ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. ഒന്നും ചെയ്തില്ല. ഇനി തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് 15 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 15 ദിവസം UDF എന്താ ചെയ്തത്? മനസ്സിലായി? അപ്പം UDFന് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരോട് നിന്നു. പക്ഷേ ഇത് 102 സീറ്റിലേക്ക് വന്നത് CPMൻ്റെ അണികളുടെ അതിശക്തമായിട്ടുള്ള വികാരമാണ്. ആ വികാരത്തിൽ ഏറ്റവും മുന്തി നിന്ന വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരമാണ്. ആ പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ മേൽ ആണ് ഇപ്പം ഈ അധികാരം കിട്ടിയിരിക്കുന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ സോമൻ എഴുതി വെച്ചോളൂ, ഈ പിണറായി വിജയനും MV ഗോവിന്ദനും ഈ പാർട്ടിയുടെ തലപ്പത്ത്
അധികകാലം തുടരാൻ കഴിയില്ല. ഇപ്പോൾ സോയിമോനൊന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയനെ തിരസ്കരിക്കുകയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചെയ്തത്. അത് ആരും തർക്കമില്ലല്ലോ. ആ തിരസ്കരിച്ച പിണറായി വിജയനെ ഐക്യകണ്ഠേന പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം പിണറായി വിജയനെ തിരസ്കരിച്ച കേരളത്തിലെ പാർട്ടി അണികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയിൽ 3 വോട്ടിന് ഭൂരിപക്ഷമുള്ളൂ. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഐക്യകണ്ഠേന. അപ്പം ഞാൻ ഉറപ്പിച്ച് പറയാം സോയിമോനോട്, എതിർ ശബ്ദമില്ല, ഇല്ല, ഭയപ്പെട്ടു. അപ്പം ഉറപ്പിച്ച് പറയാം, CPM-ന്റെ നടപടിക്രമങ്ങളും ചട്ടവട്ടങ്ങളും അനുസരിച്ചല്ല ഇത്തവണ കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ സോയിമോൻ ആലോചിച്ച് നോക്കൂ. സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ സാധാരണഗതിയിലാണെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ ഒരു വിമർശനവും വരില്ല. കാരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത ആളാണ് പ്രതിപക്ഷം. പക്ഷേ ഇപ്പോൾ സോയിമോൻ നോക്കൂ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പ്രതികരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? തങ്ങൾ തിരസ്കരിച്ച ഒരു മനുഷ്യനെ തങ്ങളുടെ തലയിലേക്ക് വീണ്ടും അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള അണികളുടെ അത്യഭൂതപൂർവമായിട്ടുള്ള വികാരമാണ് ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ ഈ പറഞ്ഞ പോലെ അണികൾ നേതൃത്വത്തെ തിരുത്തും. അതുകൊണ്ട് സോയിമോനെ ഞാൻ പറയാം, ഈ ചർച്ച ചിലപ്പോൾ ജൂണിലെങ്ങാണ്ട് പര്യവസാനിക്കുന്ന ജൂണിൽ ഇത് പര്യവസാനിക്കുമ്പോൾ സോയിമോൻ എഴുതി വെച്ചുകൊള്ളൂ, ഗോവിന്ദൻ മാറിയിരിക്കും. ആ മാറിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണഗതിയിലുള്ളൊരു രീതി ആയിരിക്കില്ല. കാരണം സാധാരണഗതിയിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ല, ഒരു പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചാൽ അടുത്ത പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലെ ആ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ സോയിമോൻ എഴുതി വെച്ചുള്ളൂ, അത്ര തീവ്രമാണ് അണികളുടെ വികാരം. അതുകൊണ്ട് അണികൾ ഈ പാർട്ടി സെക്രട്ടറിയെ മാറ്റാതെ അണികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന മുഖ്യ വിമർശനം 2 കാരണങ്ങളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് അവർ പറഞ്ഞത്. ഒന്ന്, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ജനങ്ങളിൽ നിന്ന് അകന്ന പെരുമാറ്റം. മറ്റൊന്ന്, മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ ഒരാൾക്ക്, ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദമില്ല, അവരെ ആട്ടിയകറ്റും. മറ്റൊന്ന്, MP ഗോവിന്ദൻ തൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ച നടപടി, അത് അങ്ങേയറ്റം അപലപനീയം എന്നുള്ളത് മാത്രമല്ല, അതാണ് തോൽവിക്ക് ആക്കം കൂട്ടിയത്. ഈ 2 കാരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഏറ്റവും ശ്രദ്ധേയമായ വിമർശനങ്ങളായി ഉയർന്നത്. ഞാൻ പറഞ്ഞ സോയിമോനെ, ഇത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ല, ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഭീകരമായിട്ടുള്ള വിമർശനം നടന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ TI മധുസൂദനെ കണ്ടാൽ പാർട്ടി അണികൾ സംസാരിക്കാത്ത അവസ്ഥയുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. TI മധുസൂദനൻ നിവൃത്തിയില്ലാതെ ഗോവയിലേക്ക് കൊണ്ട് പോയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മനസ്സിലായി? അപ്പം അണികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ തീവ്രമായ വികാരം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കൂടി അവർ പ്രതിഫലിപ്പിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രതിഫലിപ്പിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് അവരാരെയാണോ തിരസ്കരിച്ചത് അവരെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അണികളുടെ വികാരം ഇരട്ടിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ റൗണ്ട് ചർച്ച നടക്കുമ്പോൾ ഈ ഒന്നുകിൽ ഒരാൾ, അതായത് ഒന്നുകിൽ MP ഗോവിന്ദൻ അല്ലെങ്കിൽ MP ഗോവിന്ദനും പിണറായി വിജയനും, ഈ 2 പേരും അവരവരുടെ സ്ഥാനത്തു നിന്ന് മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇതിൻ്റെ പ്രശ്നം എന്താ സോമൻ? ഇതിൻ്റെ പ്രശ്നം എന്താ? അണികളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ എന്താ? അണികളെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അണികൾ ഇത്രയും വലിയൊരു അടി കൊടുത്തത് 5 വർഷം കഴിഞ്ഞെങ്കിലും തിരിച്ചു വരാനാണ്. പക്ഷേ ഇപ്പോഴത്തെ CPM നേതൃത്വത്തിൻ്റെ നിലപാട് നമ്മൾ നോക്കിയാലുണ്ടല്ലോ, 5 വർഷം കഴിഞ്ഞാലും തിരിച്ചു വരാത്ത നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അണികൾ ഒരു കാരണവശാലും ഈ 2 നേതാക്കന്മാരെയും വെച്ചു പൊറുപ്പിക്കില്ല. അവരെ മാറ്റാൻ വേണ്ടി അണികൾ കൊടുത്തൊരു വിധി. ഇപ്പം നമ്മളൊന്ന് ആലോചിക്കും, നമ്മളിപ്പം ഈ കോൺഗ്രസിനെയൊക്കെ ചെയ്ത് വിളിക്കുന്നു, അവരുടെ മന്ത്രിസഭാ തലത്തിലുള്ള ചർച്ചാ മുഖ്യമന്ത്രി ചർച്ചാ പ്രശ്നങ്ങൾ കാര്യങ്ങൾ. നമ്മൾ 2004 പോയേ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വമ്പൻ പരാജയം ഉണ്ടായി. ആ വമ്പൻ പരാജയം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? അന്ന് AK ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നു. എന്നാൽ CPM-നകത്ത് എന്താ സ്ഥിതി? 2019 വമ്പൻ പരാജയം ഉണ്ടായി. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ പരാജയം ഉണ്ടായി. 2024 വമ്പൻ പരാജയം ഉണ്ടായി. 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഉണ്ടായി. 2026 വമ്പൻ പരാജയം. ഈ 5 പരാജയങ്ങൾ ഉണ്ടായിട്ടും
അതിന് നേതൃത്വം നൽകുന്ന നേതൃത്വം മാറുന്നില്ല എന്ന് മാത്രമല്ല, ഈ 5 വമ്പൻ പരാജയങ്ങൾക്കും കാരണക്കാരനായ ആളെ മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, അയാളെ വീണ്ടും അണികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ. ഇപ്പം ഞാൻ ചോദിച്ചു, പിണറായി അല്ലാതെ ആര് എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്ത് യുക്തിയാണ് സോയിമോനെ ഉള്ളത്? സോയിമോനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 81 വയസ്സ്, തെരഞ്ഞെടുപ്പിൽ പരാജയം, രോഗാതുരൻ. 81 അല്ല എന്നാണ് കണക്ക്. കണക്ക് 81 ഞാൻ എവിടെ കണ്ടത്. രോഗാതുരൻ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പോയി. അപ്പോൾ പോയിന്റ് എന്താ? പോയിന്റ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലില്ലാത്ത നിലയിലുള്ള ഒരു വമ്പൻ പരാജയം നേരിട്ടിരിക്കുന്നു. എനിക്ക് ഇത്രയും മോശമായ പരാജയം ഇതിനകം CPM ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വമ്പൻ പരാജയം, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ നിയമസഭയിലേക്ക് തന്നെ നോക്കൂ. ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 30-40% UDFൻ്റെ അംഗങ്ങളും ചെറുപ്പക്കാരികളുമാണ്. ഇന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച KM ഷാജി ഉൾപ്പെടെയുള്ളവർ അപ്പുറത്ത് നിൽക്കുകയാണ്. സ്വാഭാവികമായും വലിയ കടന്നാക്രമണമായിരിക്കും അവരിൽ നിന്ന് വരിക. അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ശക്തമായിട്ട് കടന്നാക്രമണം തിരിച്ചു നടത്താൻ കഴിയുന്ന ആളുകളുടെ നേതൃത്വത്തിൽ വേണ്ടേ പ്രതിപക്ഷം? സോമനെ ആലോചിച്ച് നോക്കും. ഈ അംഗങ്ങളെല്ലാം കൂടെ വന്ന് അതിൻ്റെ നടുക്ക് പിണറായി വിജയൻ നിന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ കുത്തി പറിച്ചുകളയില്ലേ UDFിലെ ചെറുപ്പക്കാർ? ഇപ്പോൾ ഞാൻ പറഞ്ഞു എത്രയോ പറഞ്ഞോ. അല്ലല്ല, 2016 അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി. അന്ന് ഉമ്മൻചാണ്ടി വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ശ്രമിച്ചില്ല, ആക്കിയില്ല. 2021 പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മാറി നിന്നു. അപ്പോൾ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ മാറി നിൽക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അതൊക്കെ ഇവിടെ തെറ്റിക്കപ്പെട്ടു. ആ കീഴ്വഴക്കം തെറ്റിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പരാജയത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിയായിട്ടുള്ള ഒരാളെ വീണ്ടും അടിച്ചേൽപ്പിക്കുകയും അയാളല്ലെങ്കിൽ ആരെന്ന് പറയുന്ന അസംബന്ധ ചോദ്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് KN ബാലഗോപാലിന് കുഴപ്പമെന്താ? അയാൾ ചെറുപ്പമല്ലേ? അയാൾ നേരത്തെ ധനകാര്യമന്ത്രി ആയിരുന്നല്ലേ? താരതമ്യേന ആരോപണ മുക്തനല്ലേ അയാളുടെ നേതൃത്വത്തിൽ ഇത് വന്നിരുന്നെങ്കിൽ ഇതിന് ഒരു പുതുമ ജനങ്ങളുടെ ഫീൽ ചെയ്യില്ലായിരുന്നു. ആ സ്ഥാനത്ത് അയാളെ മാറ്റി നിർത്തിയിട്ട് എന്ത് കാരണം കൊണ്ടാണോ തെരഞ്ഞെടുപ്പ് തോറ്റത് അയാളെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് കൊണ്ടുവരികയും അയാളല്ലെങ്കിൽ ആര് എന്ന് പറയുന്ന അസംബന്ധ ചോദ്യം ചോദിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MAVBയുടെ ഒരു നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അട്ടിമറിച്ചിരിക്കുന്നത്. MAVB കീഴ്ഘടകങ്ങളോട് പറഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തണം, വിമർശനങ്ങൾ ഉന്നയിക്കണമെന്നാണ്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റികൾക്കും ഏരിയ കമ്മിറ്റികൾക്കും ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ട്. 34 ചോദ്യങ്ങൾക്ക് ഉത്തരം അത് മാത്രമേ നിങ്ങളുടെ ചർച്ചകളിൽ കൊണ്ടുവരാവൂ. ആ ചോദ്യങ്ങൾ കണ്ടാൽ നമ്മൾ തിരിച്ചു പോകും. ക്ഷേമ പെൻഷനുകൾ കിട്ടിയവർ എന്തുകൊണ്ട് അവരെ സംഘടിപ്പിച്ച് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചില്ല? സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റിയവരെ എന്തുകൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചില്ല? ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത, സർക്കാർ ചെയ്ത ഉപകാരങ്ങൾ കൈപ്പറ്റിയ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവരെ എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ ക്രോഡീകരിച്ചില്ല? ഇതാണ് ഈ 34 ചോദ്യത്തിലെ മുഖ്യമായ ചോദ്യം. മറ്റൊന്ന്, കീഴ്ഘടകങ്ങൾ പ്രവർത്തനങ്ങളിൽ വരുത്തിയ വീഴ്ചകൾ ഒന്നൊന്നായിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അപ്പോൾ പിണറായിക്കും ഗോവിന്ദനും ഒന്നും കുഴപ്പമില്ല. എല്ലാം കീഴ്ഘടകങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ, പ്രാദേശിക നേതാക്കൾ അവരുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുകയാണ്. സുമന, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ നമ്മൾ അത്യസാധാരണ സാഹചര്യത്തിൽ അത്യസാധാരണ തീരുമാനം എന്ന് പറഞ്ഞ് കോവിഡ് വന്നപ്പം നമ്മൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു അത്യസാധാരണ സാഹചര്യമാണ്. ഇതിൽ അത്യസാധാരണമായിട്ടുള്ള നടപടികളിലേക്ക് CPM പോകേണ്ടി വരും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഈ 34 ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ താഴെത്തട്ടിലൊക്കെ അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസംബന്ധപരമായിട്ടുള്ള ഒരു ശ്രമമാണിത്. ഇതുപോലെ തന്നെ ഇന്നലെ KK രാഗേഷ് പറഞ്ഞില്ലേ, ന്യൂനപക്ഷങ്ങൾ തിമിർത്താടുകയായിരുന്നു, പേരാവൂരിൽ BJP സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തി. ഇതൊക്കെ തന്നെ എന്തിനുള്ള ശ്രമമാണ്? യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി അണികൾ നടത്തുന്ന വിമർശനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും നേതൃത്വത്തെ സംരക്ഷിച്ച് നിർത്താനുള്ള വൃഥാശ്രമങ്ങളാണ് ഈ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ അറിയാം? ഇത് എതിര് എഫക്റ്റാണ് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഇനിയുള്ള ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇതിനേക്കാളൊക്കെ അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങളാണ്. ജില്ലാ കമ്മിറ്റികളുടെ ചർച്ച കഴിഞ്ഞ് ഇനി മണ്ഡല കമ്മിറ്റിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അതിനേക്കാൾ രൂക്ഷമാകും. അതിന് തർക്കമില്ല. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ?
ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്യണമെന്നറിയില്ല. കഴിഞ്ഞ തവണയൊക്കെ CPM-ൻ്റെ അണികൾ മാറി UDF ചെയ്യുകയായിരുന്നെങ്കിൽ ഇത്തവണ CPM-ൽ നിന്ന് കലഹിച്ച് പുറത്തു വന്ന പിന്നെ 3 പേര് MLA-മാരാണ്. സ്വയമോനെ അവരുടെ മുന്നിൽ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ ഇരുന്ന ഒരു അവസ്ഥ ജി സുധാകരനോട് പക്ഷേ പിണറായിക്ക് ഒരു കരുതൽ ഇന്നുണ്ടെന്ന് തോന്നിപ്പോയി. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് നേരെ സ്പീക്കറുടെ ഡൈസിൽ കയറി സുധാകരനെ അഭിവാദ്യം ചെയ്ത് തോളത്തൊക്കെ തട്ടി ഹസ്തദാനം നൽകിയാണ് തിരിച്ചിറങ്ങിയത്. TK ഗോവിന്ദൻ പക്ഷേ പിണറായിയുടെ അടുക്കൽ ചെന്ന് ഒരു ഹസ്തദാനം നടത്തി. 3 വൻ പുലികളാണ് നിയമസഭയിൽ നിൽക്കുന്നത്. ഇതേ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പിണറായി വിജയൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന 3 പുലികൾ. സുബിനെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അതിൻ്റെ കാരണം? എന്താ ഇപ്പം CPM-നകത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നുവെങ്കിലും അത് അതിനകത്ത് തന്നെ വിങ്ങി നിന്നിരുന്നതിൻ്റെ കാരണം എന്താ? ഈ എതിർപ്പ് പ്രകടിപ്പിക്കാനും ഇത് സ്വാംശീകരിക്കാനും ആളില്ല. ഇപ്പോൾ VS തന്നെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? 2013 VS പെട്ടെന്ന് പിന്നെ പിന്നെ യുദ്ധത്തിലെ കമാൻഡർ പെട്ടെന്ന് ഓടുന്നു പറഞ്ഞാൽ പെട്ടെന്ന് അച്യുതാനന്ദൻ 2013 അപ്രത്യക്ഷനായി. 2016 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ VS പൂർണ്ണമായി ഇല്ലാതായി. അപ്പോൾ 2016 മുതൽ തന്നെ ഇതിനകത്തുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഇങ്ങനെ വിങ്ങി നിൽക്കുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇനി പൊട്ടി ഒലിക്കും. കാരണം എന്താണ്? ഈ എതിർപ്പ് ഉന്നയിച്ച് കഴിഞ്ഞിട്ട് ഈ എതിർപ്പ് ഈ പാർട്ടിക്കകത്ത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്ക് 3 നേതാക്കന്മാരെ കാണാനുണ്ട്. ഇപ്പോൾ അവർക്ക് കുഞ്ഞിക്കിപ്പോൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുടെ അപജയത്തിനെതിരെ കണ്ണൂരിലെ പാർട്ടിക്കകത്തു നിന്ന് സമരം ചെയ്യുന്നവർ ആ എതിർപ്പ് അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് നാളെ കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ ചേരാം, അവർക്ക് നാളെ TK ഗോവിന്ദനോട് ചേരാം, അവർക്കിപ്പുറത്ത് പിന്നെ ജി സുധാകരനോട് ചേരാം. അതാണ് ഉണ്ടായിരിക്കുന്ന വലിയൊരു വ്യത്യാസം. മനസ്സിലായത്? CPM-ൻ്റെ 3 വിമതർ MLA-മാരായി വന്നിരിക്കുന്നു. മനസ്സിലായി? അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ഈ വിമർശനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി നേതൃത്വത്തിനെ മാറ്റണം എന്നാണ് അണികളുടെ തീരുമാനമെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടി അണികളുടെ പിന്നെ ബോധത്തിനനുസൃതമായി നിന്ന് പാർട്ടി നേതൃത്വത്തെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു CPM ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യുന്നില്ല എന്നും അതിനെ എങ്ങനെയെങ്കിലും വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് എതിരെഫക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അത്യസാധാരണമായൊരു സാഹചര്യമാണ് CPM-ൽ ഉരുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്യസാധാരണമായിട്ടുള്ള നടപടികൾ CPM-ൻ്റെ നേതൃത്വം എടുക്കുന്നതിലേക്ക് അണികൾ അവരെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒറ്റ കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ എന്നെപ്പോലെയും പ്രത്യേകിച്ച് ഉമേഷ് ബാബുവിനെ പോലെ, ഞാൻ അതിനകത്ത് വേറെ ആളുകളുണ്ട്, അവരെ ഞാൻ കൂട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും ഉമേഷ് ബാബുവും എൻ്റെ അവകാശവാദം ഉന്നയിക്കുക, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ പാർട്ടിയുടെ ജീർണതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർട്ടി അണികളോട് അഡ്രസ്സ് ചെയ്തിരുന്നത്. മനസ്സിലായി? പൊതുമണ്ഡലത്തിലൊക്കെ ഞങ്ങൾ പറയുമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പ്രധാനമായിട്ടും ദൈനംദിനം ഞങ്ങൾ ട്രാൻസാക്ട് ചെയ്തിരുന്നത് പാർട്ടി അണികളുമായിട്ടാണ്. ആ പാർട്ടി അണികളെ ഇതിൻ്റെ ജീർണത മനസ്സിലാക്കുക, പാർട്ടി അണികൾ പാർട്ടി ജീർണതയ്ക്കെതിരെ അവരെ തയ്യാറെടുപ്പിക്കുക. ആ തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്കും എന്നോടൊപ്പം ഉമേഷ് ബാബുവിനും മറ്റുള്ളവരുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടും ചെയ്ത ആ ജോലിയാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഫ്രൂയിഷനിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇനി ഇത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പറയുന്നുള്ളൂ. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും ഇതൊരു പക്ഷേ ഒരു പരിശുദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അതിൽ അധിഷ്ഠിതമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ സംഭവവികാസങ്ങൾ എത്തിച്ചേർന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല. CPM നേതൃത്വം ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെ എടുത്താൽ അത് ഒരു പുതിയ വേദിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള സാധ്യത ഭാവിയിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.